സഭ നിർത്തിവെക്കുന്നതിൽ ഉപക്ഷേപം. അരൂരിൽ എസ് സി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ മർദ്ദിച്ചതടക്കം സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമങ്ങൾ നടക്കുന്നതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിന് നടപടികൾ നിർത്തിവെക്കണമെന്ന് ഉപക്ഷേപം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീമതി കെ രമ, ശ്രീമതി ഉമാ തോമസ്, സർവശ്രീ KPA മജീദ്, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ തുടങ്ങിയ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആരോഗ്യം, വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി. സർ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളിൽ ശക്തമായ നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നത്. റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും പോലീസിൻ്റെ അറിവിൽപ്പെടുന്നതുമായ എല്ലാ സംഭവങ്ങളിലും കേസ് രജിസ്റ്റർ ചെയ്ത് ഊർജിതമായ അന്വേഷണം നടത്തി പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ശാസ്ത്രീയവും പഴുതടച്ചതുമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. സർ, കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാരിൻ്റെ നിലപാട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറല്ല. പോക്സോ കേസുകളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമ കേസുകളും കൈകാര്യം ചെയ്യുന്നതിനായി സംസ്ഥാനത്ത് 56 പ്രത്യേക കോടതികൾ നിലവിലുണ്ട്. ഇതിനോടൊപ്പം സമൂഹത്തിലെ അതിക്രൂരമായ സംഭവങ്ങളെ തുടർന്നുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. സർ, അടിയന്തര പ്രമേയ നോട്ടീസിൽ 4 സംഭവങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതിലെല്ലാ കേസുകളിലും പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു വരികയാണ്. ആലപ്പുഴ തൈക്കാട്ടുശ്ശേരി സ്വദേശിനിയായ 19-കാരിയായ പെൺകുട്ടിയെയും സഹോദരനെയും പൂച്ചാക്കൽ സ്വദേശികളായ 6 പേർ ചേർന്ന് 7/7/2024 ദേഹോപദ്രവം ചെയ്ത കേസിൽ പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരവും ക്രൈം നമ്പർ 596/2024 പ്രകാരവും പൂച്ചാക്കൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരം ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തിവരികയും ചെയ്യുകയാണ്. കേസിൽ ഉൾപ്പെട്ട 2 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സർ, 1/3/2024 കുസാറ്റിൽ യൂണിവേഴ്സിറ്റി കലോത്സവത്തിനിടെ പെൺകുട്ടിയെ ദേഹോപദ്രവം ചെയ്ത കാര്യത്തിൽ പെൺകുട്ടി ആദ്യം പരാതി നൽകിയിരുന്നില്ല. എന്നാൽ ക്യാമ്പസിലെ മറ്റു വിദ്യാർത്ഥികളോട് പെൺകുട്ടിയെ മോശക്കാരിയാക്കി ചിത്രീകരിച്ച് മനോവിഷമം ഉണ്ടാക്കിയെന്ന് 6/7/2024 പെൺകുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ക്രൈം നമ്പർ 675/2024 പ്രകാരം കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടന്നു വരുന്നുണ്ട്. സർ, പെൺകുട്ടി 29/6/2024 നൽകിയ പരാതിയിൽ സർവകലാശാലയുടെ ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റിയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ തിരുവനന്തപുരത്തെ കോച്ചിംഗ് സെന്ററിലെ പരിശീലകനായിരുന്നയാൾ 2017 മുതൽ പരിശീലനത്തിനായി എത്തിയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ ഇന്ത്യൻ ശിക്ഷാ നിയമം, പോക്സോ നിയമം എന്നിവയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം 6 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കേസിലെ പ്രതി റിമാൻഡിലാണ്. സംഭവത്തെക്കുറിച്ച് അറിവ് ലഭിച്ച ഉടൻ തന്നെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുകയുണ്ടായി. സർ, കാലടി ശ്രീശങ്കര കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്നും ഫോട്ടോകൾ ഡൗൺലോഡ് ചെയ്ത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത കാര്യത്തിന് കാലടി പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 611/2024 കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്നു. പ്രസ്തുത കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ രോഹിത് എന്നയാളുടെ ഫേസ്ബുക്ക് ഐഡിയിൽ നിന്നാണ് ഇത് ഷെയർ ചെയ്തത് എന്ന് വെളിവായിട്ടുണ്ട്. 8/7/2024 ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതും ഫോൺ ബന്ദോബസ്തിലെടുത്തിട്ടുള്ളതുമാണ്. മറ്റു പെൺകുട്ടികളുടെയും ഫോട്ടോകൾ ഇത്തരത്തിൽ ഷെയർ ചെയ്തിട്ടുള്ളതായി വിവരം ലഭിച്ചിട്ടുള്ളതിനാൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നുണ്ട്. സർ, ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തിന്മേൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് അറിയിക്കുകയാണ്. ചർച്ച നടത്താനായി സഭ നിർത്തിവെക്കേണ്ടതില്ല എന്നാണ്. യെസ്, ശ്രീമതി കെ രമ. സർ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും അവസാനം അരൂർ പുച്ചക്കാൽ നടുറോഡിൽ ഒരു ദളിത് പെൺകുട്ടിയെ ആക്രമിച്ച ഒരു വിഷയത്തിലുകൂടിയാണ് ഈ സഭ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സഭ നിർത്തിവെക്കണമെന്നാവശ്യപ്പെടുന്ന ഒരു ഉപക്ഷേപം അവതരിപ്പിക്കുന്നത്. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരുപാട് കാലങ്ങളായി ഇത് വർദ്ധിച്ചു വരികയാണ്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രധാനപ്പെട്ട വിഷയം
സർക്കാർ ലാഘവത്തോടു കൂടിയാണ് എടുക്കുന്നത് എന്നുള്ളത് തുടക്കം തന്നെ തോന്നിയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് ഇത് ആവശ്യപ്പെട്ടത്. പോലീസിന്റെ നടപടിയും കൂടി ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രി ഇതിനകത്ത് ഹാജരായിട്ടില്ല. ഇതിന് എത്ര ലാഘവത്തോടു കൂടിയാണ് സർക്കാർ ഈ വിഷയങ്ങളെ കാണുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കൂടിയാണ് സാർ അത്. സാർ, കുറേ നാളുകളായി നമ്മുടെ സംസ്ഥാനത്ത് ഇതുപോലെയുള്ള അതിക്രമങ്ങൾ, ഇപ്പം 2022 18,943 കേസുകളായിരുന്നെങ്കിൽ 23 ആവുമ്പോഴത്തേക്ക് 18,950 കേസുകളായിട്ട് സ്ത്രീകൾക്ക് നേരെ മാത്രം വരുന്ന അതിക്രമങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ് സാർ. കുറച്ച് 2 ദിവസമേ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ, വാർത്താ മാധ്യമങ്ങളിലൊക്കെ പ്രധാനമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഈ അരൂരിലെ ഈ പെൺകുട്ടിക്ക് നേരെ നടന്ന അതിക്രമം. അത് ദളിത് പെൺകുട്ടി, ആ പെൺകുട്ടി തൻ്റെ സഹോദരന് നേരെ ഒരു അതിക്രമം ഉണ്ടായപ്പോൾ അത് പരാതിപ്പെടാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടതാണ് ഈ പെൺകുട്ടിയെ നടു റോഡിൽ വെച്ചിട്ട് അതിക്രമിക്കാനുള്ള ഇടയായ സംഭവം. ആ പെൺകുട്ടിയെ അതിക്രമിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ, ഈ വീഡിയോ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി ഇതിന്റെ ആ ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും സാർ, അതിക്രൂരമായ പീഡനമാണ്. പെൺകുട്ടിയുടെ വസ്ത്രം വലിച്ചിറക്കുന്നു, റോഡിൽ ഇട്ട് ചവിട്ടി, നാവിക്ക് ചവിട്ടുന്നു, മൂത്രമൊഴിക്കാൻ പോലും പോകാൻ കഴിയാത്ത രൂപത്തിൽ ദുരിതം അനുഭവിക്കുകയാണ് ആ പെൺകുട്ടി പറയുന്നത്, എൻ്റെ അനുഭവം ഇനി നാളെ ഒരു കുട്ടിക്ക് ഉണ്ടാവരുതേ എന്ന പെൺകുട്ടി കരഞ്ഞു പറയുന്നത് നമ്മൾ കാണുകയാണ് സാർ. എന്നിട്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞു അത് കേസ് രജിസ്റ്റർ ചെയ്തു. സാർ, ആ പ്രതികൾ എവിടെയാണ്? എന്താണ് ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത്? കാരണം ആ പ്രതികൾ CPM-കാരാണ് സാർ. CPM-ലെ പ്രവർത്തകരായ തൈക്കാട്ടുശ്ശേരിയിലെ CPM പ്രവർത്തകനായ ഷൈജു ആണ് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതി. അപ്പോൾ പാർട്ടിക്കാരാണെങ്കിൽ സംരക്ഷിക്കുകയും അവർക്ക് കുടപിടിക്കുകയും ചെയ്യുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സാർ. ആ പെൺകുട്ടി ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിന് കേസിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവുകയാണ് സാർ വേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, നിരവധി സംഭവങ്ങളാണ് സാർ. കുസാറ്റിൽ ഫെബ്രുവരി 29-ാം തീയതി നടന്ന ഒരു വിഷയം, ഒരു സിൻഡിക്കേറ്റ് അംഗമായ ഇടതു നേതാവുമായ ഒരു PJ ബേബി എന്ന് പറയുന്ന കലോത്സവ സമയത്ത് ഗ്രീൻ റൂമിൽ കൊണ്ടുപോയി ഒരു പെൺകുട്ടിക്ക് നേരെ നടന്ന അതിക്രമങ്ങൾ സാർ. മാർച്ചിൽ നടന്ന ആ പെൺകുട്ടി മേൽ സമ്മർദ്ദം ചെലുത്തി, ഭീഷണിപ്പെടുത്തി, പരാതി പറയാതിരിക്കുക. ആ പെൺകുട്ടി പാർട്ടിക്ക് പരാതി നൽകി സാർ. ആ പാർട്ടി ആ പരാതി അന്വേഷിക്കുമെന്ന് വിചാരിച്ച പെൺകുട്ടി കാത്തുനിന്നു. പക്ഷേ അതിൽ അന്വേഷണം ഉണ്ടായില്ല. അതിനുശേഷം ആ പെൺകുട്ടി പോലീസ് പരാതി നൽകിയത്. പക്ഷേ ആ പ്രതിയെ ഇപ്പോഴും പോലീസ് ഇത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം സാർ, ഈ ബേബി, ഈ ഇടതുപക്ഷക്കാരനായ ഈ സിൻഡിക്കേറ്റ് അംഗമായ ബേബി എന്ന് പറയുന്ന അദ്ദേഹം ഈ കുട്ടികളുടെ ക്ഷേമം ഉറപ്പാക്കേണ്ട ക്ഷേമകാര്യ കമ്മിറ്റിയുടെ ചെയർമാനാണ് സാർ. അയാളാണ് ഈ പെൺകുട്ടിക്ക് നേരെ ഈ അതിക്രമങ്ങൾ നടത്തിയത്. എന്നിട്ട് എന്ത് നടപടിയാണ് സാർ ഉണ്ടായത്? സാർ, അയാളെ ആ സ്ഥാനങ്ങളിൽ നിൽക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു? ഒരു പെൺകുട്ടിക്ക് നേരെ അവിടെയുള്ള ഒരു സിൻഡിക്കേറ്റ് മെമ്പർ ഈ അതിക്രമം കാട്ടിയിട്ട് അദ്ദേഹത്തെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കാനുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി സാധിച്ചോ സാർ? നാണിപ്പിക്കുന്നതാണ് സാർ കേരളത്തെ ഇത്തരം വിഷയങ്ങൾ. അതുപോലെ തന്നെയാണ് സാർ വിദ്യാർത്ഥിനികളുടെ അശ്ലീല ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വളരെ ക്രൂരമാണ് സാർ. ഈ പെൺകുട്ടിയുടെ ഒരു കോളേജിൽ, അത് കാലടി ശ്രീ ശങ്കര കോളേജിലെ മുൻ SFI നേതാവ് രോഹിത് എന്ന് പറയുന്ന ഒരു പ്രതിയാണ് ഈ കേസിലുണ്ടായിരുന്നത്. അദ്ദേഹം ആ പ്രതി ചെയ്തത് ആ പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ എടുത്ത് അത് ഈ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടാകുന്ന ഒരു അശ്ലീലമായിട്ടുള്ള ഇത് വരുന്നൊരു പേജുണ്ട്. ആ പേജിലേക്ക് അതിന്റെ കൂടെ ഇടുകയാണ് ഈ പെൺകുട്ടികളുടെ ചിത്രം. ആ പെൺകുട്ടികളുടെ ചിത്രം എടുത്ത തെളിവ് സഹിതം ആ പെൺകുട്ടി പരാതി നൽകി സാർ. പക്ഷേ ആ പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയാണ് ചെയ്തത്. ഈ മുൻ SFI നേതാവ് ഇയാൾ സ്ഥിരമായിട്ട് അവിടെ വരികയാണ് എന്ന് ആ കോളേജിലെ കുട്ടികൾ കംപ്ലൈന്റ് ചെയ്യാണ്. കോളേജിൽ നിന്ന് പാസ് ഔട്ടായി പോയ ആളാണ്, പക്ഷെ വീണ്ടും ഇപ്പോഴും വരുന്നു. ഭരണ സ്വാധീനത്തിന്റെ, അവിടുത്തെ SFI സ്വാധീനത്തിന്റെ ഭാഗമായിട്ട് അവിടെ വന്ന് ഈ തരത്തിൽ പെൺകുട്ടികളോട് മോശമായി പെരുമാറുകയും വിദ്യാർത്ഥികളുമായി സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് ഈ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ഇത്തരത്തിലുള്ള ഫോട്ടോകൾ മോശം അടിക്കുറിപ്പോട് കൂടിയാണ് സാർ പോസ്റ്റ് ചെയ്യുന്നത്. 20ഓളം പെൺകുട്ടികളുടെ ചിത്രങ്ങളാണ് സാർ ഇത്തരത്തിൽ വൈകൃതമായ മനസ്സിനുടമയായ ഇയാൾ പോസ്റ്റ് ചെയ്തത് എന്നാണ് സാർ മനസ്സിലാക്കുന്നത്. എത്ര ക്രൂരമാണ് സാർ ഈ നാട്ടിലെ സംഭവങ്ങൾ, ഈ കോളേജുകളിലൊക്കെ നടക്കുന്ന, ഈ പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. സാർ, മറ്റൊരു കേസാണ് സാർ, കേരളത്തിനാകെ അപമാനമായ മറ്റൊരു കേസ് ഉണ്ടായിരിക്കുന്നു. ക്രിക്കറ്റ് അസോസിയേഷൻ നേതാവ് ഈ നമ്മുടെ ക്രിക്കറ്റ് പഠിക്കാൻ വേണ്ടി പോകുന്ന കൊച്ചു മക്കളെ, പെൺകുട്ടികളെ അതിന്റെ ഭാഗമായി ലൈംഗികമായി പീഡിപ്പിക്കുകയും ആ കുട്ടികളുടെ അശ്ലീല വീഡിയോ ഫോട്ടോ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കുട്ടികൾക്ക് നേരെ നടത്തുന്ന പ്രവർത്തനങ്ങൾ. ആരാണ്? ക്രിക്കറ്റ് അസോസിയേഷന്റെ അംഗമായിട്ടുള്ള നമ്മുടെ ഡൽഹിയിൽ BJP
ഡൽഹിയുടെ MP ബ്രിജിത് ഭൂഷണെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ബ്രിജിത് ഭൂഷൺ ഗുസ്തി താരങ്ങൾക്ക് നേരെ നടത്തിയ അതിക്രമങ്ങളെ അതിനേക്കാളും വെല്ലുന്ന രൂപത്തിൽ ഈ കേരളത്തിൽ നടക്കുകയാണ് സർ. ക്രിക്കറ്റ് ഇവിടെ എങ്ങനെയാണ് തങ്ങളുടെ രക്ഷിതാക്കൾ തങ്ങളുടെ മക്കളെ ഇതുപോലെയുള്ള പരിശീലനത്തിന് അയക്കുക സർ? എങ്ങനെ വിശ്വസിച്ച് അയക്കാൻ കഴിയും സർ? ഈ സാഹചര്യത്തിൽ എത്ര രക്ഷിതാക്കളാണ് തങ്ങൾക്ക് ഉള്ളത് മുഴുവൻ വിറ്റുപെറുക്കി തങ്ങളുടെ മക്കൾക്ക് താല്പര്യമുള്ള ഇതുപോലെയുള്ള മേഖലകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള അവരെ കൊണ്ടയക്കുന്ന കേന്ദ്രങ്ങളാണ് സർ ഇത്. അവിടെയാണ് ഈ പെൺകുട്ടികളെ, ചെറിയ മക്കളാണ് സർ, ആ മക്കളെയാണ് ഈ തരത്തിലേക്ക് അവരുടെ ഈ ബോഡി അവരുടെ ഇത് ഫിറ്റ്നസ് കാണിക്കാൻ വേണ്ടിയിട്ട് നഗ്ന ഫോട്ടോ വേണമെന്ന് ഇയാൾ ഈ പെൺകുട്ടികളോട് ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് ആ പെൺകുട്ടി കൊടുക്കാത്ത കുട്ടികളെ ക്രൂരമായി മാനസികമായും ശാരീരികമായും ആക്രമിക്കുന്ന തരത്തിലേക്ക് ഈ ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതാവ് മാറുകയാണ്. അയാൾ ഇപ്പോഴും അവിടെ ഉണ്ടാവുകയാണ് സർ. 2 വർഷം മുന്നേ ഇയാൾ പോക്സോ കേസിൽ പ്രതിയായിട്ട് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കിയ ആളാണ് സർ. അന്നും നടപടിയെടുത്തില്ല. അതിനുശേഷവും ഇയാൾ ഇപ്പോഴും ക്രിക്കറ്റ് അസോസിയേഷൻ തുടരുകയാണ്. ഇത്തരം ആളുകളെ ഇതിൽ തുടരാൻ വേണ്ടി എന്താണ് സർ ഇത്? ഈ ആളുകൾക്കൊക്കെയുള്ള സ്വാധീനം ഈ പാർട്ടിയിലും ഈ ഭരണ നേതൃത്വത്തിലുമൊക്കെ ഈ ആളുകളുടെ സ്വാധീനമാണ് സർ ഇതിനെ കാണിക്കുന്നത് സർ. ഭൂമി വളരെ ക്രൂരമായ ക്രിക്കറ്റ് അസോസിയേഷൻ പറയുമ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കുന്നതിൽ പോലും ഈ സർക്കാർ ദയനീയമായി പരാജയപ്പെടുകയാണ് സർ. ആ കുട്ടികൾക്ക് പോലും സംരക്ഷണം കൊടുക്കാൻ സാധിക്കാത്ത രൂപത്തിലേക്ക് മാറുന്നു സർ. സർ, നിങ്ങളുടെ ഉൾപ്പെടെ കുട്ടികളാണ് ഇതിനകത്ത് വരുന്നത്. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല സർ. നിങ്ങളൊക്കെ ഇതിനെതിരെ രംഗത്ത് വരേണ്ട ആളുകളാണ് സർ. ഇടതുപക്ഷം ഭരിക്കുന്ന നാടാണിത്. നമ്മുടെ നമ്പർ 1 കേരളത്തിലാണ് സർ ഇത് നടക്കുന്നത്. നമ്പർ 1 കേരളത്തിൽ. ആ കേരളത്തിൽ നടക്കുന്ന ഈ കാര്യം ഇതിനെതിരെ നടപടിയെടുക്കാൻ എന്തുകൊണ്ട് സാധിക്കാതെ പോകുന്നു സർ? അതിനെതിരെ ഊറ്റം കൊണ്ടത് കണ്ട് കാര്യമില്ല സർ. SFIക്കാർ കോളേജുകളിലൊക്കെ കാട്ടിക്കൂട്ടുന്ന അതിക്രമങ്ങൾ നിങ്ങൾ SFIക്കാരെയൊക്കെ ന്യായീകരിക്കുന്നുണ്ടല്ലോ സർ. ഒരു കാലത്ത് SFI ആയിരുന്ന ആളാണ് ഞാൻ. SFI എന്ന നിലയ്ക്ക് അഭിമാനം കൊണ്ട ആളാണെന്ന് ഇന്നും അത് പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് SFIയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും കുട്ടികൾക്ക് നാളെ ഞാൻ SFIക്കാരാണെന്ന് പറയുന്ന അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടോ സർ? വണ്ടിപ്പെരിയാറിലും വാളയാറിലുമുള്ള കേസിനെ സംബന്ധിച്ച് പറയേണ്ട 6 വർഷമായി വണ്ടിപ്പെരിയാർ വാളയാറിലെ ഒരു അമ്മ തന്റെ 2 പെൺകുട്ടികളെ 9ഉം 13ഉം വയസ്സായ 2 പെൺകുട്ടികളെ കെട്ടിത്തൂങ്ങിയിട്ട് നീതിക്ക് വേണ്ടി നടക്കുകയാണ് സർ. ഈ കേരളത്തിൽ, ഈ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ആ അമ്മയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞോ സർ നിങ്ങൾക്ക്? വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുള്ള പെൺകുട്ടി, ലയങ്ങളിൽ താമസിക്കുന്ന ഈ കുട്ടികളുടെയൊക്കെ ഒരു അവസ്ഥ വളരെ ദയനീയമാണ് സർ. അവർക്ക് സംരക്ഷണം ഒതുക്കാൻ ആ പ്രതികളെ അർജുൻ എന്ന് പറയുന്ന പാർട്ടിക്കാരൻ, ആ പാർട്ടിക്കാരനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തി. ആ ശ്രമം നടത്തി അദ്ദേഹത്തിന് ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. എന്തൊരു ഗതികേടാണ് സർ ഈ കേരളത്തിൽ ഉണ്ടാകുന്നത് സർ. കെട്ടിത്തൂങ്ങി 6 വർഷമായി. അതുപോലെ തന്നെ സർ, നമ്മുടെ ഒരു പ്രമുഖയായ നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതിയുടെ സേഫ് കസ്റ്റഡിയിലിരിക്കുന്ന മെമ്മറി കാർഡും അതിന്റെ വിവരങ്ങളും കൂടി പുറത്തു പോകുന്ന ഒരു നാടായി കേരളം മാറുകയാണ് സർ. ആ പെൺകുട്ടിയുടെ ഇച്ഛാശക്തി കൊണ്ടാണ് ഈ കേസ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ആ സമയത്ത് ആ പെൺകുട്ടി വിമൻ ഇൻ ജസ്റ്റിസ് കളക്റ്റീവ് എന്ന പേരിൽ ഒരു നടിമാരുടെ ഒരു സംഘടന ഉണ്ടാക്കി. ആ സംഘടനയും ആ പെൺകുട്ടിക്ക് നൽകുന്ന പിന്തുണയും അവരുടെ പ്രവർത്തനങ്ങളും കൊണ്ടാണ് സർ. സർ, അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഹേമ കമ്മീഷനെ ഈ സർക്കാർ നിയമിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഈ സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷനായിരുന്നു. 1,06,55,000 രൂപ ചെലവഴിച്ചുകൊണ്ട് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ 1 വർഷം അന്വേഷണം നടത്തി. 2019 ഡിസംബർ 31 ആ റിപ്പോർട്ട് സമർപ്പിച്ചു. 4 വർഷം കഴിഞ്ഞിട്ട് ആ റിപ്പോർട്ടിന്റെ കാര്യങ്ങൾ എന്താണെന്ന് പരസ്യപ്പെടുത്താൻ വേണ്ടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ ഇടപെട്ട് പരസ്യപ്പെടുത്തണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് സർ നിലവിലുള്ളത്. വളരെ ഗുരുതരമാണ് സർ ഈ കേരളത്തിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ. ഐസിയുവിൽ പെൺകുട്ടികളെ ഒരു നാട്. എന്നിട്ട് ഇരയുടെ കൂടെ ഉദ്യോഗസ്ഥയെ സ്ഥലം മാറ്റുകയാണ് സർ. ഇരയ്ക്ക് കൂടെ നിന്നു എന്ന കുറ്റം പറഞ്ഞു ജോലി ചെയ്യുന്ന നഴ്സിനെ സർ, 1 മിനിറ്റ് ഞാൻ ഇപ്പം നിർത്താം സർ. സർ, ആ ഇരയുടെ കൂടെ നിന്നു എന്നൊരൊറ്റ കാരണത്താൽ ആ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു നഴ്സിനെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റുകയാണ്. നിങ്ങൾ നോക്കൂ, ഇരയ്ക്കൊപ്പം നിൽക്കുകയും എന്ന് പറയുകയും വേട്ടക്കാരനൊപ്പം കിതക്കുകയും ചെയ്യാണ് സർ ഈ സർക്കാർ. അതാണ് ഈ സർക്കാർ പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്നത് സർ. അതിക്രൂരമായ വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയാണ്. പെൺകുട്ടികൾക്ക് ഇപ്പൊ പോക്സോ കോടതി പറഞ്ഞു, പോക്സോ കോടതിയിൽ പെൺകുട്ടികൾ കയറി ഇറങ്ങുകയാണ് സർ. ആ പോക്സോ കോടതിയിലുള്ള കേസുകളെ സംബന്ധിച്ച് അന്വേഷിക്കണം. പോക്സോ
പോക്സോ കോടതിയിൽ ഈ പെൺകുട്ടികൾക്ക് ഇരയാക്കി Please conclude. 10 മിനിറ്റ് കഴിഞ്ഞു. Please conclude ചെയ്യണം. സർ, അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ നടക്കാൻ അതിവേഗ സ്പെഷ്യൽ കോടതി സ്ഥാപിക്കാൻ സർക്കാർ തയ്യാറാകണം സർ. നീതി നിയമപരമായി ശിക്ഷിക്കപ്പെടാത്തത് കൊണ്ടാണ് സർ കേസുകൾ കൂടുന്നത്. ഈ പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കുന്നത് കൊണ്ടാണ് സർ ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള കേസുകൾ വർദ്ധിച്ചു വരുന്നത്. അതുകൊണ്ട് അതിവേഗ സ്പെഷ്യൽ കോടതി സ്ഥാപിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം സർ. വളരെയധികം വിവാദമായി ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി സഭ നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിലെ ശ്രീമതി ദലീമയുടെ ഒരു നോട്ട് വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയുമായി ബന്ധപ്പെട്ടാണ്. ശ്രീമതി ദലീമ പെട്ടെന്ന്. സർ, എൻ്റെ മണ്ഡലത്തെ തൈക്കാട്ടുശ്ശേരിയിലാണ് ഈ പ്രശ്നം നടന്നത്. അവിടെ ഈ പ്രശ്നം നടന്ന ഉടനെ തന്നെ പോലീസ് കേസെടുത്തു. കാരണം SP-യെ അറിയിച്ചു, DYSP-യെ അറിയിച്ചു. ഈ കേസ് എടുത്തിട്ടുണ്ട്. ഈ കുട്ടിക്ക് ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൽ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ വളരെയധികം വിഷമിക്കുന്നുണ്ട്. കാരണം ഇവരിപ്പോൾ പറയുന്നത് രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമല്ല. ഒരു കുട്ടിയെ നട റോഡിൽ തല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമല്ല. നമ്മുടെ കുഞ്ഞല്ലേ അവിടെ എന്തെങ്കിലും ആ കുട്ടിക്ക് എന്തെങ്കിലും ആപത്തുണ്ടായതിൽ നമ്മുടെ കുഞ്ഞായിട്ട് അതായത് നമ്മുടെ സംസ്ഥാന സർക്കാർ അതിനെതിരെ എങ്ങനെ പോകാനാണ്? ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കാത്തതാണോ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്? പെൺകുട്ടിക്കെതിരെ നമ്മളെ DYSP-ക്കും SP-ക്കും പോലീസ് അതിന് കേസെടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാ ഇത് രാഷ്ട്രീയവൽക്കരിക്കണം? ഇതിനെ അതുകൊണ്ട് ഈ പ്രവണത കേരളത്തിൽ ഒരിടത്തും നടക്കാൻ പാടില്ല. ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ അവലംബിക്കുന്നുണ്ട്. ഈ സംഭവത്തെ പൊതുവൽക്കരിച്ച് നമ്മളുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നിരന്തരം ആവർത്തിക്കുന്ന ഇത്തരം സംഭവങ്ങളോട് ചേർത്ത് കേരളത്തെ കൂട്ടിക്കെട്ടാനും സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്താനും നടത്തുന്ന ഹീനശ്രമങ്ങൾ നമ്മൾ തിരിച്ചറിയപ്പെടുന്നു. അപ്പോൾ ഈ സംഭവത്തില് നമ്മൾ വളരെയധികം വേദനിക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതിൽ കേസ് എടുത്തിട്ടുണ്ട്. നടപടി എടുക്കാനല്ലേ സാധിക്കുള്ളൂ സാർ. CPM-ന് ഇതിന് ബന്ധമില്ല സാർ. ബഹുമാനപ്പെട്ട മന്ത്രി സർ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറയട്ടെ. സർ, ചർച്ച ചെയ്യുന്നതിന് സഭ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട വിഷയം സ്ത്രീകളുടെയും അല്ലെങ്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ സംബന്ധിച്ചാണ്. സർ, ഇത് സംബന്ധിച്ച് ഒരു കാര്യം അസന്നിഗ്ധമായി ഉറപ്പിച്ചു പറയാനായിട്ട് ആഗ്രഹിക്കുക. ഇതിൽ സർക്കാരിന് ഒരു നിലപാടേ ഉള്ളൂ. അതേത് കേസാണെങ്കിലും ആ നിലപാട് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ അതിക്രമം നടത്തുന്ന ഒരാളെയും സംരക്ഷിക്കില്ല. മുഖം നോക്കാതെ നടപടിയെടുക്കും സർ. അതിൽ ഇവിടെ പരാമർശിച്ച കേസ് ബഹുമാനിയായ അരൂർ അംഗത്തിന്റെ മണ്ഡലത്തിലുള്ള കേസ് സർ, അതിൽ സർക്കാർ നടപടി സ്വീകരിച്ചു. അതിൽ കേസ് എടുത്തു പോലീസ്. 2 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബഹുമാനിയായ പ്രമേയ അവതാരകയ്ക്ക് അന്വേഷിക്കാം. പ്രാദേശികമായി CPIM പാർട്ടി ഒരു കാരണവശാലും പ്രതികളെ പിന്തുണയ്ക്കുന്നില്ല. അവിടെ നടപടി എടുക്കണമെന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പോലീസിൻ്റെതായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചതുകൊണ്ടാണ് 2 പ്രതികളെ അറസ്റ്റ് ചെയ്തത്. സർ, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ 29/6/2024 യൂണിവേഴ്സിറ്റിക്ക് പരാതി ലഭിക്കുന്നത്. ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിക്ക് ഈ പരാതി കൈമാറുകയും ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി ആ പരാതിയിൽ അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. ഈ ദിവസങ്ങളിൽ റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളിൽ സർവകലാശാല നടപടി സ്വീകരിക്കും. 6/7/2024 പോലീസിന് പരാതി ലഭിച്ചത്, പെൺകുട്ടിയുടെ പരാതി ലഭിച്ചത്. ആ പരാതിയിന്മേലുള്ള അന്വേഷണം പോലീസ് നടത്തുകയാണ് സർ. അതുപോലെ തന്നെ KCA, അത് ബ്രിജിത് ഭൂഷന്റെ കേസിൽ സ്വീകരിച്ച നിലപാടല്ല കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിച്ചത് സർ. അയാളെ അറസ്റ്റ് ചെയ്ത് അയാൾ റിമാൻഡിലാണ്. അയാൾക്കെതിരെ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല സർ, ഏറ്റവും അവസാനം കാലടി സർവകലാശാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അവിടെ സ്വീകരിക്കുകയോ പൂമാലയിടുകയോ അല്ല സർ ചെയ്തത്. ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ പർട്ടിക്കുലർ കേസിൽ മാത്രമല്ല, അയാൾ ഇതിനു മുൻപ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കുന്നുണ്ട് സർ. ഞാൻ അതിലേക്ക് വരാം. ആര് സംരക്ഷിച്ചു, ആര് സംരക്ഷിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളിലേക്ക് വരാം സർ. സർ, ഇവിടെ നമ്മുടെ സർ, ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം നാം കാണണം സർ. എനിക്ക് പറയാനുള്ള സാഹചര്യം തരണം സർ. ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ആർക്കും ഏത് സമയവും ആശ്രയിക്കാവുന്ന, പ്രശ്നപരിഹാരത്തിന് നിർഭയം കടന്നു ചെല്ലാവുന്ന ഇടങ്ങളായി നമ്മുടെ പോലീസ് സ്റ്റേഷൻ മാറി. അതുകൊണ്ടാണ് അത് വനിതാ സൗഹൃദവും ശിശു സൗഹൃദവുമായിട്ടുള്ള പോലീസ് സ്റ്റേഷനുകളായിട്ട് അത് മാറി സർ. 14 വനിതാ പോലീസ് സ്റ്റേഷനുകൾ ഇന്ന് സംസ്ഥാനത്തുണ്ട് സർ. ഓരോ പോലീസ് ജില്ലയിലും വനിതാ സെല്ലുകളുണ്ട് സർ.
ഞാൻ പോക്സോ കോടതികൾ ഉൾപ്പെടെയുള്ളവയുടെ കാര്യം പറഞ്ഞു. 56 പോക്സോ കോടതികൾ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് സർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും കൂടി നടത്തിയ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പോക്സോ കോടതികൾ, അത് സ്പീഡി ട്രയൽ എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സർ. ഒരു കുഞ്ഞ് 7 വയസ്സിലോ 8 വയസ്സിലോ അത് കടന്നു പോകുന്ന അതിദാരുണമായിട്ടുള്ള അനുഭവങ്ങൾ 19ഉം 20ഉം വയസ്സിന് ശേഷം ഒരു കോടതിയുടെ മുൻപാകെ ചെന്ന് നിന്ന് വീണ്ടും ഓർത്തെടുക്കുന്നത് വീണ്ടും പീഡനത്തിന് തുല്യമാണ് സർ. അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പോക്സോ കോടതികളുടെ എണ്ണം കൂട്ടിയത്. അതിൽ കുഞ്ഞുങ്ങൾ ആ കോടതി മുറികളിൽ പോകണ്ട, ഓൺലൈനായിട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ. ആ സാഹചര്യത്തിൽ പ്രതിയെ വീണ്ടും മുഖാമുഖം ഈ കുഞ്ഞുങ്ങൾ കാണുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഇത് സർക്കാരിന്റെ കാഴ്ചപ്പാടാണ് സർ. അതുകൊണ്ടാണ് ആ രീതിയിലുള്ള കോടതികൾ സംസ്ഥാനത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് സർ. അതിനു വേണ്ടിയിട്ട് അടിസ്ഥാന സൗകര്യ വികസനം, വനിതാ ശിശു വികസന വകുപ്പ് ഉൾപ്പെടെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പോക്സോ കോടതികൾ ആ രീതിയിൽ ആധുനിക രീതിയിൽ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട് സർ. സർ, ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്രമസമാധാന പാലനമുള്ള സംസ്ഥാനമാണ് സർ കേരളം. അതിലൊരു സംശയവും വേണ്ട. നമ്മൾ ഫാക്ച്വൽ ചെക്ക് നടക്കണം. ഇതോടൊപ്പം മതനിരപേക്ഷതയുടെ സംരക്ഷണം ഉറപ്പാക്കാൻ പോലീസിന്റെ ഫലപ്രദമായ ഇടപെടൽ മൂലം സാധിച്ചിട്ടുണ്ട് സർ. സർ, 8 വർഷത്തിൽ, ഈ കഴിഞ്ഞ 8 വർഷം സംസ്ഥാനത്ത് വർഗീയ സംഘർഷങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്കൊപ്പം നിങ്ങൾക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് സർ. കേരളത്തിന് അഭിമാനിക്കാവുന്ന കാര്യമാണ് സർ. കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുത്തു. പഴുതടച്ച കേസ് അന്വേഷണ പ്രക്രിയയും പ്രോസിക്യൂഷൻ നടപടികളും സ്വീകരിക്കുക വഴിയും ഒരിക്കലും തെളിയില്ലെന്ന് കരുതിയ കേസുകൾ തെളിയിക്കാനായി സമീപകാലത്ത് സർ നമ്മുടെ മുന്നിൽ ഒരു കേസുണ്ടല്ലോ, മാന്നാറിലെ കേസ് സർ. ആ കേസിൽ ആലപ്പുഴ മാന്നാറിൽ ദേഹോപദ്രവവുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റിലായ പ്രതിയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ 15 വർഷം മുൻപ് കാണാതായ യുവതിയാണ് കൊല്ലപ്പെട്ടതായി പോലീസിന് വിവരം ലഭിച്ചത് സർ. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഭർത്തൃ വീട്ടിൽ വെച്ച് ഭർത്താവും കൂട്ടാളികളുമായി ചേർന്ന് യുവതിയെ കൊലപ്പെടുത്തിയതായി വിവരം ലഭിച്ചു. എന്നാൽ ഈ യുവതി വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരാളോടൊപ്പം നാടുവിട്ടു പോയതാണ് ബന്ധുക്കളെയും നാട്ടുകാരെയും വിശ്വസിപ്പിച്ചിരുന്നത്. പോലീസിന് ലഭിച്ച വിവരങ്ങളെ തുടർന്ന് കേസ് ഊർജിതമായിട്ട് സർ പോലീസ് അന്വേഷിച്ചു വരികയാണ് സർ. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പും അതോടൊപ്പം തന്നെ വനിതാ ശിശു വികസന വകുപ്പും ഒട്ടനേകം പദ്ധതികൾ ഈ കാലഘട്ടത്തിൽ നടപ്പിലാക്കി വരുന്നുണ്ട് സർ. വീടിനുള്ളിലും പൊതു ഇടങ്ങളിലും സ്ത്രീക്ക് സംരക്ഷണം നൽകുക എന്നത് കണക്കിലെടുത്തുള്ള പദ്ധതികളാണ് പോലീസ് ആവിഷ്കരിക്കുന്നത്. ഗാർഹിക പീഡനം, സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പരാതികൾ എന്നിവ അതീവ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുകയും പരാതികളിൽ ഇരയുടെ ഭാഗത്തു നിന്നുകൊണ്ടുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന സമീപനമാണ് പോലീസിനുള്ളത് സർ. സ്ത്രീ സുരക്ഷയ്ക്കായി അപരാജിത, പിങ്ക് പോലീസ്, നിഴൽ, വനിതാ സ്വയം പ്രതിരോധ സംഘം, വനിതാ ബീറ്റ് തുടങ്ങിയ ഒട്ടനവധി പദ്ധതികളുണ്ട്. അതിൽ തന്നെ പിങ്ക് പെട്രോൾ, പിങ്ക് ജനമൈത്രി, പിങ്ക് കൺട്രോൾ റൂം, പിങ്ക് ഷാഡോ, പിങ്ക് റോമിയോ കൗൺസിലിംഗ് സംവിധാനം, മൊബൈൽ ആപ്പുകൾ തുടങ്ങി 10 കമ്പോണൻസ് ഉൾപ്പെടുന്നതാണ് സർ പിങ്ക് പോലീസ്, പിങ്ക് പ്രൊട്ടക്ഷൻ പദ്ധതി. കഴിഞ്ഞ ദിവസം ഈ സഭയിൽ തന്നെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞിരുന്നു സർ. പോലീസ് സേനയിലെ വനിതാ സാന്നിധ്യം കൂട്ടുകയാണ്. അത് 15% തൊട്ടടുത്ത് തന്നെ നമ്മൾ എത്തുകയാണ്. എവിടെ നിന്നാണ് 2-3% നിന്നാണ് 15% 8 വർഷം കൊണ്ട് എത്തുന്നത് സർ. പോലീസ് സേനയിലെ വനിതാ സാന്നിധ്യം കൂട്ടുക എന്നുള്ളത് തീർച്ചയായിട്ടും ഈ രീതിയിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സെൻസിറ്റീവായിട്ടുള്ള ഒരു വലിയ വിഭാഗത്തെ ആ സമൂഹത്തിൽ കൂടുതലായി ഉണ്ടാക്കുക എന്നുള്ളതിന്റെ ലക്ഷ്യം കൂടി കണ്ടുകൊണ്ടാണ് സർ. പ്രത്യേകമായിട്ടുള്ള പരിശീലനം കൂടി ഇതിന്റെ ഭാഗമായി പോലീസ് സേനയിൽ നടക്കുന്നുണ്ട് സർ. സൈബർ ലോകത്തും സ്ത്രീകൾക്ക് വ്യാപകമായി ചൂഷണത്തിന് സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. അത്തരം ചതിക്കുഴികളിൽ നിന്ന് അവർക്ക് സംരക്ഷണം നൽകുന്നതിനൊപ്പം അപകടങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും മൊബൈൽ ആപ്പുകളൊക്കെ തന്നെ സർ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് സർ. വനിതാ ശിശു വികസന വകുപ്പിൻ്റെതായി 14 ജില്ലകളിലും വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർമാരെ 2005 നിയമപ്രകാരം നിയമിച്ചിട്ടുണ്ട്. അതുകൂടാതെ 14 ജില്ലകളിൽ 90 സർവീസ് പ്രൊവൈഡിംഗ് സെന്ററുകളാണ് സർ പ്രവർത്തിച്ചു വരുന്നത്. ഈ വർഷം 11 സർവീസ് പ്രൊവൈഡിംഗ് സെന്ററുകൾ കൂടുതലായി ആരംഭിക്കാൻ പോവുകയാണ്. ഷെൽട്ടർ ഹോമുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതുമാത്രമല്ല, സൗജന്യമായ നിയമസഹായം, സൗജന്യമായ താമസം, മറ്റ് കൗൺസിലിംഗ്, ഇതെല്ലാം അനുബന്ധമായി ഇരയാകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പെൺകുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആദരവുകളും നൽകിക്കൊണ്ട് സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് പ്രൈവസി ഉറപ്പാക്കിക്കൊണ്ടുള്ള എല്ലാ നടപടികളും സംസ്ഥാന സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ സ്വാതന്ത്ര്യ ഉജ്ജ്വല പദ്ധതി, ആഫ്റ്റർ കെയർ ഹോം, മഹിളാ മന്ദിരങ്ങൾ, 12 ജില്ലകളിൽ മഹിളാ മന്ദിരങ്ങളുണ്ട്, ഫാമിലി കൗൺസിലിംഗ് സെന്ററുകൾ, വനിതാ സഹായ കേന്ദ്രങ്ങൾ, സഖി വൺ സ്റ്റോപ്പ് സെന്റർ, അതിൽ പോലീസിന്റെ സഹായമുണ്ട് സർ. സ്ത്രീധന നിരോധന ഓഫീസർ, നമ്മൾ പുതുതായി ആക്ടിൽ അമെൻമെന്റ് വരുത്തിക്കൊണ്ടാണ് സർ. ഡയറക്ടറാണ് സ്റ്റേറ്റ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഡൗറിക്കെതിരെയുള്ളത്. 14 ജില്ലകളിലും ജില്ലാ ഓഫീസർമാരെ ആ രീതിയിൽ നിയമിച്ചിട്ടുണ്ട്. ഷോർട്ട് സ്റ്റേ ഹോം, ഹെൽപ്പ് ലൈൻ 181, മിത്ര തുടങ്ങി ഒട്ടനകം പദ്ധതികൾ സർ വനിതാ ശിശു വികസന വകുപ്പിൻ്റെതായി ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട് സർ. എനിക്ക് ഒരു കാര്യം മാത്രമേ ഈ സഭയോട് പറയുവാനും, സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും എതിരെ അതിക്രമം നടത്തുന്നത് ആരാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കാനുള്ള ആർജവം ഉണ്ടാകണം എന്നുള്ളതാണ് സാർ എനിക്ക് പറയാനുണ്ട്. 2023 പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ഒരാളെ നമുക്ക് ഓർമ്മയില്ലേ, കോട്ടയം കുഞ്ഞച്ചൻ. അയാളുടെ പേര് ഞാനിവിടെ പറയുന്നില്ല, ഈ സഭ മലീമസമായി പോകും സർ.
ഇടതുപക്ഷത്തെ CPIM-ലെ വനിതാ നേതാക്കളുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളെ, എന്തിന് അന്തരിച്ചു പോയ സഖാവ് P. ബിജുവിന്റെ പത്നിയെ വരെ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിച്ച അതിനീചമായിട്ടുള്ള, നമുക്കത് ഒരു നോക്ക് പോലും കാണാൻ കഴിയില്ല സർ. അതിന്റെ ഇരയാണ് സർ ഞാനും. എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ കീഴിൽ ഞാൻ പോസ്റ്റ് ചെയ്തതിന് കീഴിൽ വന്ന് അതിനീചമായി കമന്റ് ചെയ്തിട്ടുണ്ട് സർ. എന്ത് നടപടി നിങ്ങൾ സ്വീകരിച്ചു? 2023 സെപ്റ്റംബർ മാസത്തിൽ സർ പുതുപ്പള്ളിയിൽ സഖാവ് അമൃതയ്ക്കെതിരെ സർ പോസ്റ്റ് ഇട്ടില്ലേ? എന്താ സ്വീകരിച്ചേ? 2023 സെപ്റ്റംബറിൽ ഇത് നടന്നെങ്കിൽ 2024 സെപ്റ്റംബർ മാസത്തിൽ തിരുവനന്തപുരത്ത് KSUവിന്റെ ജില്ലാ സെക്രട്ടറിയായി അവരോധിച്ചു സർ. ഇതാണോ നടപടി? ഇതാണോ നിലപാട്? പറയണം സർ. ഇത് ഈ നാട്ടിലെ വനിതകൾ, സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഈ വിഷയത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ പാർട്ടിയുടെ നിലപാട് ഇതാണോ സർ? ഇനി അത് മാത്രമല്ല സർ, ഇതിൽ സർ ഈ കേസിൽ ഈ വ്യക്തിക്ക് ജാമ്യം എടുത്തു കൊടുത്തത് കോൺഗ്രസ് നേതൃത്വം നേരിട്ട് ചുമതലപ്പെടുത്തിയ 5 അഭിഭാഷകരാണ് സർ. ഉത്തരമുണ്ടോ സർ? അതിനുശേഷം ആ വക്കീലുമാരുമായി അഭിനന്ദിച്ച് പോസ്റ്റ് ഇട്ടത് കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെൽ തലവനാണ്. നടപടിയെടുത്ത് പുറത്താക്കിയില്ലെന്ന് മാത്രമല്ല, മണ്ഡലം സെക്രട്ടറിയെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഉയർത്തി സർ. ഇതാണോ നിലപാട്? ഇതാണോ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള നിലപാട് സർ? കഴിഞ്ഞ തൃക്കാക്കര ഇലക്ഷന് LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ജോസഫിന്റെ ചിത്രം മോർഫ് ചെയ്തു. അന്നൊരു കമന്റ് ഉണ്ട് സർ, പ്രശസ്ത. ഇങ്ങനെയുള്ള വീഡിയോ കണ്ടാൽ ആരാണ് ഷെയർ ചെയ്യാതിരിക്കുക? ആ നിലപാടല്ല സർ നമ്മൾ സ്വീകരിച്ച നിലപാടുകൾ വളരെ വ്യക്തമാണ് സർ. ഒരു മുൻ നേതാവ്, ഇടതുപക്ഷ സംഘടനയിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥി സംഘടനയുള്ള ഒരു മുൻ നേതാവെന്ന് ആ നേതാവ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റിലായി. മറ്റ് അന്വേഷണങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നടക്കുകയാണ് സർ. ഈ സഭയിൽ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് ഉണ്ടല്ലോ, ശൈലജ ടീച്ചർ, ബഹുമാനിയായ പ്രമേയ അവതാരകയുടെ നേതാവ്, RMPയുടെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് പറഞ്ഞില്ലേ, മാപ്പ് പറഞ്ഞത് കൊണ്ട് മാറിയോ സർ? ഞാനിത് പറയുന്നത് സഭയുടെ പൊതുവായിട്ട് സർ. I have to say, sir, I have to speak, sir. I have something to speak. I have something to speak. You ask your members to keep quiet. Sir, I have something to speak. You ask your members to keep quiet. You ask your members to keep quiet. Sir, ഞാൻ പറയട്ടെ സർ. അവിടെ ഇരിക്ക്. Yes. Sir, അവിടെ ഇരിക്ക്. സർ, മാപ്പ് പറഞ്ഞതുകൊണ്ടും തള്ളിപ്പറഞ്ഞതുകൊണ്ടുമല്ല ഞാൻ പറഞ്ഞ കാര്യം. മാപ്പ് പറയുകയും തള്ളിപ്പറയുകയും വേണം. മനോഭാവങ്ങളിൽ മാറ്റം വേണം. സ്ത്രീയെ എങ്ങനെയാണ് സർ കാണുന്നത്? സ്ത്രീ എന്നാൽ ശരീരമാണോ? ശൈലജ ടീച്ചർ, ബഹുമാനിയായ ശൈലജ ടീച്ചറിനെ ഈ നാട്ടിലെ പ്രശസ്തയായിട്ടുള്ള പ്രതിഭാധനയായിട്ടുള്ള ഒരു ചലച്ചിത്ര താരത്തിനെതിരെയും പറഞ്ഞില്ലേ സർ? എന്താണ് ബോധ്യം? എന്താണ് രാഷ്ട്രീയ ബോധ്യം സർ? എന്താണ് സ്ത്രീകളെ സംബന്ധിച്ച, കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള നിലപാട് എന്താണ് സർ? ഇതിൽ ഒരു കാര്യം കൂടെ ഉണ്ട് സർ. ഇതിൽ ഷോബിൻ തോമസ് ചാവണാവലിൽ, ആരാണ് ഷോബിൻ തോമസ് ചാവണാലിൽ? അങ്ങനെയാണെന്ന് തോന്നുന്നു സർ. യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അന്ന് എഴുതിയതാണ് സർ. എനിക്ക് വായിക്കാൻ വിഷമമുണ്ട്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ സഭയിൽ അത് വായിക്കാൻ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ഞാൻ വായിക്കുകയാണ് സർ. തയ്യൽ ടീച്ചറുടെ കർശനമാർക്കെങ്കിലും കിട്ടിയെങ്കിൽ തരുന്നവർക്ക് സമ്മാനം തരുന്നു. എന്ത് നടപടിയെടുത്തു സർ? യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ഫേസ്ബുക്കിൽ എഴുതി, ഷോബിൻ വടകര മണ്ഡലത്തിലെ സോഷ്യൽ മീഡിയ പ്രചരണത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന് ഒപ്പം ചുക്കാൻ പിടിക്കുന്ന ആളാണ് സർ. എന്തെങ്കിലും നടപടിയെടുത്തോ സർ? ഇതിൽ 2 വിഷയമുണ്ട് സർ. ഇതിൽ 2 വിഷയമുണ്ട്. സ്ത്രീ വിരുദ്ധത, അത്യന്തം നീചമായ സ്ത്രീ വിരുദ്ധത. 2, ടീച്ചർ ഒരു സയൻസ് അധ്യാപികയായിരുന്നു ടീച്ചറിന് തയ്യൽ ടീച്ചർ എന്ന് പറയും. എന്താ തയ്യൽ ടീച്ചർ മോശമായിട്ടുള്ള തൊഴിലാണോ സർ? തൊഴിലാളി മേഖലയെ അല്ലെങ്കിൽ ടീച്ചർ അധ്യാപക സമൂഹത്തെ അധിക്ഷേപിക്കുന്ന നിലപാടല്ലേ സാർ എടുത്തത്? എന്താണ് അതിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്? എന്താണ് സർ? എന്തുകൊണ്ട് അത് തിരുത്തപ്പെടുന്നില്ല സർ? സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള പൊതു നിലപാടുണ്ടാകണം. ആ നിലപാടിൽ ഇങ്ങനെയുള്ള സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാകാൻ പാടില്ല. അതിലൊരു നിലപാടേ പാടുള്ളൂ. അത് ആരതിക്രമം ചെയ്താലും അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം എന്നുള്ളതാണ് സാർ അതിലുള്ള നിലപാട്. അത് മുഖം നോക്കാതെ നടപടിയെടുക്കും സാർ. അതിലേതറ്റം വരെ സർക്കാർ പോകും സാർ. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ബാക്കിയായി ഉണ്ട്. ഞാൻ പക്ഷേ അതെല്ലാം വായിക്കുന്നില്ല.
ഞാൻ വായിക്കുന്നില്ല സർ. സർ ഇതിൽ സർ പ്ലീസ് പ്ലീസ് സർ, പ്ലീസ് ഞാൻ പ്ലീസ് പറയട്ടെ സർ. രാധയെ മറന്ന സർ നമ്മൾ, രാധയെ നിലമ്പൂർ Carry over ആണ്. സർ. Yes. അതിന് കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് കൃഷിഭവൻ ജീവനക്കാരിയായി Please, please. സുജിതയെ മറന്നോ സർ? Please. അന്ന് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി Please, പോലീസ് please, സ്റ്റേഷനിലേക്ക് conclude. മാർച്ച് conclude നടത്തി ചെയ്യണം. വിഷ്ണു. Yes, yes. ആ വിഷ്ണുവിന്റെ വീട്ടുവളപ്പിൽ കുളിച്ചിട്ടിരുന്നു സർ. ആ സുജിതയെ മറന്നോ നമ്മൾ ഇത് പറയേണ്ട ഈ സഭ ഇങ്ങനെയല്ല ഇത് ചർച്ച ചെയ്യേണ്ടത് സർ. അപ്പുറത്തും ഇപ്പുറത്തും ചേരിതിരിഞ്ഞല്ല സർ ചർച്ച ചെയ്യേണ്ടത്. അതിലൊരു നിലപാടേ പാടുള്ളൂ. അത് ഞാനുണ്ടാകാം, പ്രമേയം അവതരിപ്പിച്ച നമ്മുടെ ബഹുമാനിയായ അംഗം ഉണ്ടാകാം, ഈ നാട്ടിലെ ഓരോ സ്ത്രീയും ഉണ്ടാകാം, ഓരോ പെൺകുഞ്ഞും ഉണ്ടാകാം, നമ്മുടെ ഓരോ വനിതകളും ഉണ്ടാകാം. അതിനെതിരെ ശക്തമായ നടപടികൾ തന്നെ സ്വീകരിക്കും സർ. അതിൽ ഒരു തർക്കവുമില്ല സർ. അതിൽ സർക്കാർ മുഖം നോക്കാതെ നടപടിയെടുക്കും. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് സർ, ഇത് നമ്മൾ ബഹുമാനായിട്ടുള്ള ചെയറും കൂടി കഴിഞ്ഞ നിയമസഭയുടെ കാലഘട്ടത്തിൽ നമ്മളൊരു കേസുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട CM-ന്റെ അടുത്ത് പോയി. അന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു ക്രൈം ഓഫ് ഒക്കറൻസ് എവിടെയാണോ അവിടെ ആ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കണം. നമ്മൾ ഉണ്ടായിരുന്നു, മറ്റ് നമ്മുടെ സഭയിലെ മറ്റ് അംഗങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് അതിനനുസരിച്ച് ആ രീതിയിൽ ആ നടപടിക്രമങ്ങളിൽ മാറ്റമുണ്ടായി സാർ. എവിടെ വേണമെങ്കിലും വനിതകൾക്ക് പരാതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യമുണ്ട്. പോലീസിന്റെ നടപടികളിൽ ആ രീതിയിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട് സാർ. വനിതാ ബീറ്റ്, വനിതാ പോലീസ് സ്റ്റേഷനുകൾ, ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പഞ്ചായത്തുകളിൽ ആഴ്ചയിൽ 2 ദിവസം എത്തുകയാണ് സാർ പോലീസ് ഓഫീസർമാർ. നമുക്കുണ്ടാകുന്ന തടസ്സങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. മാനസികമായിട്ടുള്ള തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതൊരു വനിതയ്ക്കും ഒരു പെൺകുട്ടിക്കും മാത്രമേ സാർ ചിലപ്പോൾ അത് തിരിച്ചറിയാനായിട്ട് കഴിയുകയുള്ളൂ. ആ തടസ്സങ്ങളെ, മാനസികമായിട്ടുള്ള തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സേനയെ കൂടി എക്യുപ്ഡ് ആക്കുന്ന ഒരു മാറ്റം, വലിയ മാറ്റമാണ് സാർ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ആരാണെങ്കിലും അതിൽ മുഖം നോക്കാതെ നടപടിയെടുത്ത് മുന്നോട്ട് പോകണം. അതിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കുകയാണ് സാർ വേണ്ടത്. ഈ പറഞ്ഞ 4 കാര്യങ്ങളിലും കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ഉൾപ്പെട്ട ഓരോ വനിതയുടെയും ഓരോ പെൺകുഞ്ഞിന്റെയും വേദന നമ്മുടെ വേദന കൂടിയാണ് സാർ. അതുകൊണ്ടാണ് സാർ അതിൽ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് ചർച്ച ചെയ്യുന്നതിന് സഭ നിർത്തിവെക്കേണ്ടതില്ല എന്ന് അറിയിച്ചുകൊള്ളുന്നു സാർ. ബഹുമാനപ്പെട്ട ആരോഗ്യം, വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കണമെന്നുള്ള ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. സർ, ബഹുമാനപ്പെട്ട അംഗം ശ്രീമതി KK രമ ഈ സഭയിൽ അവതരിപ്പിച്ചത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായി നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളെക്കുറിച്ചാണ്. ഏറ്റവും അവസാനം നടന്ന സംഭവത്തെ ആധാരമാക്കിയിട്ടാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ട് സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ഈ അതിക്രമങ്ങളെക്കുറിച്ച് പറഞ്ഞത്. സർ, നമ്മുടെ ക്രൈം റെക്കോർഡ്സ് ഉണ്ട്. ക്രൈം റെക്കോർഡ്സിൻ്റെ ഡാറ്റ പരിശോധിച്ചാൽ അറിയാം, ഗൗരവതരമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള ആക്രമണങ്ങൾ ഈ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണ് എന്ന് നമുക്ക് വ്യക്തമാവും. സർ, ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞതുപോലെ ഒരു നിലപാടാണ് ആവശ്യം. നമുക്ക് എല്ലാവർക്കും ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ വേണ്ടത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിലപാടെടുക്കണം. നമ്മുടെ മക്കളെ പോലെ കാണണം, നമ്മുടെ കുടുംബാംഗങ്ങളെ പോലെ നമുക്കവർക്ക് കാണണം. സർ, ഈ അരൂരിലെ സംഭവം 19 വയസ്സുകാരിയായ ഒരു ദളിത് പെൺകുട്ടി ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുകയാണ്. ആ പരാതിയെക്കുറിച്ച് ഒരു തരത്തിലും അന്വേഷണം നടക്കുന്നില്ല. അവർക്കും കുടുംബത്തിനും ഭീഷണിയുണ്ട്, ഇവരുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകും എന്നുള്ള പരാതി, എന്നുള്ള മുന്നറിയിപ്പ്, ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ രക്ഷപ്പെടുത്തണം, ഞങ്ങളെ ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന് പരാതി കൊടുക്കുന്നു. സർ, ആ പരാതി കൊടുത്തിട്ട് 48 മണിക്കൂറും ഒരു അന്വേഷണവും ആ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നില്ല. സർ, 19 വയസ്സുകാരിയായ ഒരു ദളിത് പെൺകുട്ടി നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാത്ത പോലീസ് സ്റ്റേഷൻ അടച്ചുപൂട്ടണം. സാർ, അടച്ചുപൂട്ടണം. എന്തിനാ പോലീസ് സ്റ്റേഷൻ? ആരെ സംരക്ഷിക്കാനാണ് നിങ്ങളുടെ പോലീസ്? 19 വയസ്സുകാരിയെ പെൺകുട്ടി മകളെ പോലെ കാണണ്ടേ? അപ്പം തന്നെ പോകണ്ടേ വണ്ടിയെടുത്ത് അന്വേഷിക്കാൻ? അത് പോലീസ് അന്വേഷിക്കാത്തതാണ് അവിടെ ആക്രമണം നടക്കാൻ കാര്യം. നിങ്ങൾ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയായി, മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി, എല്ലാ വാർത്തയായി കഴിഞ്ഞപ്പോൾ കേസെടുത്തിട്ട് 2 പേരെ അറസ്റ്റ് ചെയ്തു. പ്രധാനപ്പെട്ട പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പ്രധാനപ്പെട്ട പ്രതി CPM പാർട്ടി പ്രവർത്തകനാണ്. പാർട്ടി ലോക്കൽ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല എന്ന് മന്ത്രി പറഞ്ഞു. വേണമെങ്കിൽ നടപടി എടുത്തോളാൻ അത് വലിയ സന്തോഷം, വലിയ ഭാഗ്യം. പാർട്ടി ലോക്കൽ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രിയാ മറുപടി പറഞ്ഞത്. പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് ഇരിക്കും.
ശ്രീ അവിടെ ഇരിക്കുക അങ്ങ് സംസാരിച്ചോ പ്ലീസ്. യെസ്. ഞാൻ മന്ത്രി പറഞ്ഞതിനുള്ള മറുപടിയാണ് പറഞ്ഞത്. മന്ത്രിയെ പറഞ്ഞല്ലോ, മന്ത്രി പാർട്ടിക്കാർ സമ്മതിച്ചിട്ടുണ്ടെന്ന്, നടപടി എടുത്തോളാൻ. പാർട്ടിക്കാർ വലിയ അനുവാദമാണ്, മനസ്സിലായില്ലേ? അതാണ് സാറേ, തെരുവിലാണ് ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടത്. തെരുവിലാണ് അവരുടെ വസ്ത്രം വലിച്ചു കീറിയത്. സാർ, ഈ സംഭവം ഞങ്ങൾ പറയുന്നത് പ്രതികളുടെ രാഷ്ട്രീയം നോക്കാതെ ഇരകൾക്ക് നീതി ലഭ്യമാക്കണമെന്നാണ് ഞങ്ങൾ ഈ ചർച്ചയിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സാർ, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നടന്ന സംഭവം എന്ത് രസമായിട്ടാണ് മന്ത്രി പറഞ്ഞത്. ആ കമ്മിറ്റിക്ക് പരാതി കൊടുത്ത അപ്പം തന്നെ നടപടിയെടുത്തു, പോലീസിലേക്ക് ഇത് മാറി അന്വേഷണം നടത്തി. സാർ, എന്നാണ് സാർ ഈ സംഭവം നടക്കുന്നത്? മാർച്ച് 1-ാം തീയതി രാത്രിയാണ് നടക്കുന്നത്. സാർ, കഴിഞ്ഞ ദിവസമാണ് കേസെടുത്തത്. പറയട്ടെ, ഇവിടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ടീച്ചേഴ്സ് അസോസിയേഷൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് സർക്കിൾ ഇൻസ്പെക്ടർക്ക്. ഈ അടുത്ത ദിവസമാണ് കൊടുത്തത്. എന്താ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ സംഭവം നടന്നു ആർക്ക് വേണ്ടിയിട്ടാ? നിങ്ങളുടെ സംഘടനയാണ്, CPM സംഘടനയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് വിഷയം മാപ്പ് പറയലോടെ തീർന്നു എന്ന് കരുതിയെങ്കിലും പിന്നീട് അത് വീണ്ടും വിഷയമായി. ഒരു സംഘം ബേബിയുടെ, അതായത് ഈ അധ്യാപകന്റെ വീട് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ 5 മണിക്ക് ഒരു ജീപ്പ് നിറയെ ആളുകൾ ആലുവ ഭാഗത്ത് നിന്ന് ക്യാമ്പസിലെത്തി. സാർ, അന്വേഷണത്തിൽ ആലുവ SFI ഏരിയ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് സംഘത്തിലുണ്ടായിരുന്നത്. അതുപ്രകാരം ഓഫീസിലെത്തിയ ഡോക്ടർ ബേബിയെ, ഈ പ്രതിയെ, യൂത്ത് വെൽഫെയർ ഓഫീസിൽ തള്ളിക്കയറിയ ഈ SFIക്കാരടങ്ങിയ ഗുണ്ടാ സംഘം ക്രൂരമായി ആക്രമിച്ചു. SFI യൂണിറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ എത്തിയ ഗുണ്ടാ സംഘവും പ്രശ്നവുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയും അക്രമത്തിൽ പങ്കാളിയായി. സാർ, മാർച്ച് 1-ാം തീയതി ഈ സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസം വെളുപ്പിന്, നിങ്ങളൊക്കെ SFIക്കാരെ കുറിച്ച് മോശമായിട്ടല്ലേ പറയണേ, ഞാൻ നല്ലതാ പറയണം. ഈ സംഭവം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം വെളുപ്പിന് SFIക്കാർ വന്നിട്ട് ഇയാൾക്കിട്ട് അടി കൊടുത്തു. എന്നിട്ട് ഇത്രയും സംഭവം ആ ക്യാമ്പസിൽ ഉണ്ടായിട്ട് ആ ക്യാമ്പസിൽ കേസെടുത്തില്ല. നിങ്ങളുടെ ആളുകൾ അത് കേസെടുത്തില്ല. കാരണം ഇയാൾ പാർട്ടിക്കാരനാണ്. ഈ ബേബി സ്റ്റുഡൻറ് വെൽഫെയർ ഡയറക്ടർ, കുട്ടികളുടെ ക്ഷേമം അന്വേഷിക്കണതിൻ്റെ ഉദ്യോഗസ്ഥൻ. കറക്റ്റ് ആളുടെ കയ്യിലാണല്ലോ ഇത് കൊടുത്തേക്കണത്. കറക്റ്റ് ആളുടെ കയ്യിലാണല്ലോ കുട്ടികളുടെ ക്ഷേമം അന്വേഷിക്കാൻ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നിങ്ങളുടെ സംഘടന ആവശ്യപ്പെടുന്ന നിങ്ങളുടെ സംഘടന ആവശ്യപ്പെടുന്നത് വ്യാജ CIക്ക് കൊടുത്തിരിക്കുന്ന പരാതിയാണ്. വ്യാജ പരാതി നൽകിയ പെൺകുട്ടിക്കെതിരെയും ഡോക്ടർ ബേബിയെ ആക്രമിച്ച ഗുണ്ടകൾക്കെതിരായും കർശന നടപടി സ്വീകരിക്കണം. നിലപാട് വേണം സാർ, നിലപാട്. സാർ, ഇയാൾ എങ്ങനെയാണെന്നറിയാമോ? ക്ലർക്കിന്റെ മീതെയുള്ള പോസ്റ്റിൽ അവിടെ വന്നു, പോസ്റ്റിൽ. എന്നിട്ട് സ്റ്റുഡൻറ് വെൽഫെയർ ഡയറക്ടറിലേക്ക് സ്പെഷ്യൽ ഇന്റർവ്യൂ ആണ്. ഒരു കാരണവശാൽ അർഹതയില്ലാതെ സ്റ്റുഡൻറ് വെൽഫെയർ ഡയറക്ടറായി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, എനിക്ക് ഇത് നോൺ ടീച്ചിങ് പോസ്റ്റാണ്, എനിക്കിത് ടീച്ചിങ് പോസ്റ്റാക്കി മാറ്റി തന്നെ. അപ്പോൾ എന്ത് ചെയ്തു? യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് അമെൻഡ് ചെയ്ത് നോൺ ടീച്ചിങ് പോസ്റ്റിൽപ്പെട്ട ഇയാളെ ടീച്ചിങ് പോസ്റ്റിലേക്ക് മാറ്റി. എന്നിട്ട് സാർ കഴിഞ്ഞ 11 വർഷക്കാലത്തെ മുൻകാല പ്രാബല്യത്തോടുകൂടി UGC ശമ്പളം കൊടുത്തു. UGC ശമ്പളം. അയാളാണ് ഈ പ്രതി. നിലപാടാണ് സാർ, നിലപാട്. സാർ ഞാൻ പറയാം. സാർ, കാലടി ശങ്കര കോളേജ് പറഞ്ഞല്ലോ, രമ വളരെ ഇതായിട്ട് പറഞ്ഞു. 20 പെൺകുട്ടികളുടെ ഫോട്ടോ അശ്ലീല ഹാൻഡിലുകളിലേക്ക് കൈമാറി. ആ പെൺകുട്ടി പരാതി അന്വേഷിച്ചു. ആ പെൺകുട്ടിയുടെ പടം വന്നപ്പോൾ അന്വേഷിച്ചു. ബാക്കി കുട്ടിയുടെ അന്വേഷിച്ചു. അപ്പോൾ 20ഓളം പെൺകുട്ടികളുണ്ട്. അവർ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അങ്കമാലി MLA എവിടെ ഇരിക്കുന്നു, പരാതി അന്വേഷിക്കണമല്ലോ. ഇയാൾ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് സാർ 15 മിനിറ്റ് പോലും അവനവിടെ ഇരുത്തിയില്ല. വേഗം സ്പീഡാക്കി അവനെ ജാമ്യത്തിൽ വിട്ടു. സാർ, നിലപാടാണ് സാർ, അത് നിലപാട്. 20 പെൺകുട്ടികളിലെ നമ്മുടെ മക്കളെ പോലെയുള്ളവരുടെ ചിത്രം അശ്ലീല പോസ്റ്റിൽ ഇട്ടവന് 15 മിനിറ്റ് പോലും പോലീസ് സ്റ്റേഷനിൽ ഇരുത്താതെ
അവന്റെ നടപടിക്രമങ്ങൾ വേഗം പൂർത്തിയാക്കി അവന് ജാമ്യം കൊടുത്ത് VIP കിട്ടില്ല, നമുക്ക് കിട്ടുമോ? നിങ്ങൾ MLA അറസ്റ്റ് ചെയ്താൽ കിട്ടുമോ? 15 മിനിറ്റ് എത്ര നേരം ഇരിക്കണം? നിങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് റോജി M. ജോണിനെയും ഒക്കെ അറസ്റ്റ് ചെയ്തിട്ട് കിട്ടിയോ? 15 മിനിറ്റിനകം തോളെ കൈയിട്ട് മോൻ പൊക്കൊള്ളാൻ പറഞ്ഞു. അതാണ് സാർ നിലപാട്. ഇവിടെ സാർ ഇവിടെ മന്ത്രി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതായത് നമ്മളെ സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ അധിക്ഷേപിച്ച കാര്യം പറഞ്ഞു. Yes, please. Yes. അവിടെ ഇരിക്ക്. Yes, അങ്ങ് സംസാരിച്ചോ. സാർ, ഈ വിഷയം അവതരിപ്പിച്ച KK രമയെ അധിക്ഷേപിച്ചതുപോലെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കപ്പെട്ട വേറെ ഏതെങ്കിലും സ്ത്രീ ഉണ്ടോ സാർ? സാർ, മന്ത്രി വായിച്ചു. രമയെ അധിക്ഷേപിച്ച് നിങ്ങളുടെ ഹാൻഡിലുകൾ ഇട്ട കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വായിക്കില്ല സാർ, വായിക്കാൻ പറ്റില്ല, എനിക്ക് വായിക്കാൻ കഴിയാത്ത തരത്തിലാണ്. കാണിച്ചു തരാം ഈ MLA കുറിച്ച്. നിങ്ങൾ ആ മനുഷ്യനെ 51 വെട്ടുവെട്ടി ക്രൂരമായി കൊന്നിട്ടും നിങ്ങളുടെ വാശി തീരാതെ ഈ പെൺകുട്ടിയെ, ഈ സ്ത്രീയെ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ നിലപാടാണോ? നിങ്ങളെ പേരുകൾ വായിച്ചു തരാം ഞാൻ. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞല്ലോ, ശൈല ടീച്ചറെ കാര്യം പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ മകനിട്ടൊരു കമൻ്റ് ഉണ്ട്. അമ്മയുടെ പോസ്റ്റിൽ കയറി, മുൻ MLA അമ്മയുടെ പോസ്റ്റിൽ കയറി മകനിട്ടൊരു കമൻ്റ് ഉണ്ട്. സാർ, വായിക്കാൻ പറ്റില്ല സാർ, കാരണം അതൊക്കെ നിലപാടാണ് സാർ. ഇനി ഒരു കാര്യം സാർ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു സാർ. അവിടുത്തെ ജീവനക്കാരനായിരുന്നു. അവർ പരാതി കൊടുത്തപ്പോൾ ഈ ജീവനക്കാരൻ അവിടെ ഉണ്ടായിരുന്നുവെന്ന് അവിടുത്തെ ഒരു ജീവനക്കാരി പോലീസിന് മൊഴിയും കൊടുത്തു സാർ. അതിൻ്റെ പേരിൽ ആ മൊഴി കൊടുത്ത ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ, അല്ലേ, ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ? ഇല്ല, ഞാൻ ഒരിക്കൽ ആയിക്കോട്ടെ, ICU ആയിക്കോട്ടെ. എന്നിട്ട് അവരെ എല്ലാവരും ചേർന്ന് പീഡിപ്പിക്കുകയായിരുന്നു അവരെ, ഈ സ്ത്രീയെ, ഈ തെളിവ് കൊടുത്ത സ്ത്രീയെ. ആ തെളിവ് കൊടുത്ത ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് ബോൾഡായി അതിന് മൊഴി കൊടുത്ത ആ സ്ത്രീയെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയ ആളാണ് ഈ ആരോഗ്യമന്ത്രി. മിനിസ്റ്റർ LOP. സാർ, നോ, ഞാൻ പറയുന്നില്ല. He is not ready to yield. ഞാൻ തീർക്കട്ടെ. Yes, അങ്ങ് സംസാരിച്ചോ. Yes. അവിടെ ഇരിക്ക്. അതിനുശേഷം പറയാം. Yes. ആണ് സാർ. കേരള ഹൈക്കോടതി, അല്ല, നിങ്ങൾ അറിയണം, കേരള ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് ആ സ്ത്രീയെ വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക്, ആ ജീവനക്കാരിയെ തിരിച്ചു വെച്ചത്, ഉത്തരവിട്ടത്. ആ ഉത്തരവും വെച്ചുകൊണ്ട് 7 ദിവസം അവരെ ആ വാദക്കെ ഇരുത്തിയ ആരോഗ്യമന്ത്രിയാണ്. ഹൈക്കോടതി ഉത്തരവ്. Yes, please. അല്ല, ഞാൻ ബഹളം ഉണ്ടാക്കി എന്നെ അവസാനിപ്പിക്കണം. Yes. Please, അവിടെ ഇരിക്ക്. അദ്ദേഹം കൺക്ലൂഡ് ചെയ്യാൻ പോകുന്ന അവിടെ ഇരിക്ക്. Yes. സാർ, Yes. Please. 12 ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരാൾ കാപ്പ കേസിൽ പ്രതിയായ ആളെ
മാലയിട്ട് പാർട്ടിയിലേക്ക് ക്രിമിനലിനെ സ്വീകരിച്ച ഈ ആരോഗ്യമന്ത്രിയാണ് നിലപാടിനെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കുന്ന ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഞങ്ങളെ പഠിപ്പിക്കുന്ന ഞാൻ കൺക്ലൂഡ് ചെയ്യും. സാർ അല്ല എന്നെ പേടിപ്പിച്ച് പേടിപ്പിക്കുന്നല്ല, നോർമൽ സ്പീച്ച് സമയം അങ്ങയുടെ ബഹളം ഉണ്ടാക്കിയുണ്ട്. ശ്രീ സേവിയർ അവിടെ ഇരിക്കുക. അദ്ദേഹം കൺക്ലൂഡ് ചെയ്യാൻ പോകുന്ന പ്ലീസ് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യാൻ പോകുന്ന പ്ലീസ് അവിടെ ഇരിക്കുക. യെസ് അവിടെ ഇരിക്കുക. പ്ലീസ് അവിടെ ഇരിക്കുക. അദ്ദേഹം കൺക്ലൂഡ് ചെയ്യാൻ പോകുന്ന പ്ലീസ്. സാർ ഞാൻ ഇരിക്കുക. ഞാൻ അവസാനിപ്പിക്കാം. ഒരു മിനിറ്റ് അവസാനിപ്പിക്കും. സാർ നിങ്ങളവിടെ ഇരിക്കുന്നുണ്ടല്ലോ CPI മെമ്പർമാർ ASFന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ അധിക്ഷേപിച്ച് കേട്ടാൽ അരയ്ക്കുന്ന തെറി പറഞ്ഞ ആള് നിങ്ങൾ എന്തു പ്രമോഷൻ കൊടുത്തിട്ടാണ് SFI സെക്രട്ടറി ആക്കിയത്? അത് നിലപാടാണ്. നിലപാട് പ്രമോഷൻ കൊടുത്ത് SFI സെക്രട്ടറി ആക്കിയത്. സാർ ഞാൻ അവസാനിപ്പിക്കുക. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇവിടെ പറഞ്ഞ 4 കേസുകളിൽ പ്രധാനപ്പെട്ട എല്ലാ കേസുകളിലും നിങ്ങളുടെ പാർട്ടിക്കാരും പാർട്ടി ബന്ധുക്കളും പ്രതികളാണ്. അവരെ സംരക്ഷിക്കരുത്. സാർ ഈ പാർട്ടിക്കാരെ ചേർത്ത് നിർത്തി ആ വണ്ടിപ്പെരിയാറിലാണല്ലേ വണ്ടിപ്പെരിയാറിലെ കോടതി വിധി വായിക്ക്. 6 വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയ DYFIക്കാരനെ പോലീസ് സംരക്ഷിച്ചു, പാർട്ടിക്കാരെ സംരക്ഷിച്ചു. അതുകൊണ്ട് സാർ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായി വർദ്ധിച്ചു വരുന്ന അതിക്രമത്തിൽ നടപടിയെടുക്കാത്ത സർക്കാരിന്റെ ഈ നീക്കത്തിൽ അതിശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും. അവർ സംസാരിച്ചോട്ടെ പ്ലീസ്. സർ, ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് 2 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അത് കൊണ്ടു എന്നുള്ളതിന്റെ തെളിവാണ് ഈ 2 കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ പറഞ്ഞത്. സാർ ഈ സഭയിൽ അതിലൊരു വ്യക്തത വേണം സാർ. ചട്ടം 288 പ്രകാരം സാർ അതിൽ മെഡിക്കൽ കോളേജിൽ ICUവിൽ പീഡനത്തിനിരയായ അങ്ങേക്ക് അവസരം തന്നു. അദ്ദേഹം വഴങ്ങിയതോ അത് ചുരുക്കി പറയാൻ എഴുതി തരണം. റൂള് പറഞ്ഞ് എഴുതി തരണം. സാർ ICUവിൽ പീഡനത്തിനിരയായ യുവതിയെ സംബന്ധിച്ചിടത്തോളം സാർ സാർ ഞാൻ നേരത്തെ പറഞ്ഞു സാർ അതിൽ സർക്കാർ നടപടി സ്വീകരിച്ചു. അതിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം ക്രൂരമായ കൊലപാതകങ്ങൾ, സൈബർ കുറ്റങ്ങൾ, മദ്യവും മയക്കുമരുന്നും ഇതെല്ലാം കൂടിയായി വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ സർ ഈ തരത്തിൽ ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന വിഷയം അത് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും പാർട്ടി നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും ആശങ്കാജനകമായ സാഹചര്യം, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ അതിക്രമങ്ങൾ സാഹചര്യത്തിൽ അതീവ ഗുരുതരമായ ഈ സ്ഥിതിവിശേഷം ഇവിടെ സഭയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം ശ്രീമതി KK രമ ഉന്നയിച്ചപ്പോൾ ഗവൺമെന്റ് അക്കാര്യത്തിൽ എടുത്ത നിലപാട് ഒരേപോലെ സമീപനമെടുക്കണമെന്ന് പറയുകയും എന്നാൽ രാഷ്ട്രീയമായ വൈരാഗ്യത്തിന്റെ പേരിൽ ശക്തമായി ചേരിതിരികയും ചെയ്യുന്ന നിർഭാഗ്യകരമായ നിലപാടുണ്ടായി. സാർ ഈ തെറ്റായ നിലപാട് തിരുത്താൻ തയ്യാറാകണം. ഗവൺമെന്റ് ഇത് ചർച്ച ചെയ്യാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വാക്കൗട്ടിൽ പങ്കെടുക്കും. സാർ ഇവിടെ ഇത്രമാത്രം ബഹളം വെക്കേണ്ട ആവശ്യം എന്താണ് സാറിൻ്റെ അകത്ത്? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ മന്ത്രിക്കുള്ള കാര്യങ്ങൾ വിവിധ കാര്യങ്ങൾ അദ്ദേഹം മറുപടി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ ഇത്തരത്തിലുള്ള സമീപനം ബഹുമാനപ്പെട്ട ചെയർ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. സാറ് ഇത്
കേരളത്തിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. നിങ്ങൾ തന്നെ കണക്കെടുത്തു. എത്ര പോക്സോ കേസുകളാണ് സാർ വർദ്ധിച്ചിരിക്കുന്നത്? ഈ പോക്സോ കേസുകളിലെ പ്രതികളെ കൃത്യമായി അവർക്ക് നിയമത്തിന് മുമ്പിൽ കൊണ്ട് നടപടിയെടുപ്പിക്കാൻ ഗവൺമെന്റ് കഴിയുന്നുണ്ടോ? സാർ, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ അക്രമം വർദ്ധിച്ചു വരുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഇവിടെ ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. രാഷ്ട്രീയമല്ല പറഞ്ഞത്, രാഷ്ട്രീയമായിട്ട് നിങ്ങളാണ് അതിനെ കണ്ടത്. നിങ്ങളാണ് രാഷ്ട്രീയമായിട്ട് കണ്ടത്. ഫാക്ച്വൽസ് മാത്രമാണ് ഇവിടെ സംസാരിച്ചത്. ഈ വിഷയം ഏറ്റവും ഗൗരവമായ ഒരു വിഷയം ചർച്ച ചെയ്യാത്തിൽ പ്രതിഷേധിച്ച് വാക്കൗട്ട് ചെയ്യുകയാണ്. സർ, ഈ വിഷയം വളരെ ഗൗരവമുള്ളതായിട്ടാണ് അവതരിപ്പിച്ചത്. സർ, ആ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ശൈലജ ടീച്ചർ എൻ്റെ പാർട്ടിയുടെ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റായി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു പരാമർശം, അതിനെതിരെ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാനും ടീച്ചറോട് തീർച്ചയായിട്ടും എൻ്റെ പാർട്ടിക്ക് മാപ്പ് പറയാണ്. ഇതാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല, ഒരു സ്ത്രീക്കെതിരെയും ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാട് അന്നും ഇന്നും ഒരുപോലെ ടീച്ചർക്കതിലെ പ്രയാസമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും അതിനെ ന്യായീകരിച്ചിട്ടില്ല. അന്ന് തന്നെ എതിർത്തിട്ടുണ്ട്, അന്ന് തന്നെ അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ഉണ്ടാവാൻ പാടില്ലാത്താണ്. ഇനി ഒരു നേതാവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകരുത് എന്ന് തന്നെയാണ് അടിവരയിട്ട് പറയുന്നത്. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞ ഒരു കാര്യം വസ്തുതാവിരുദ്ധമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ICUവിൽ പീഡനത്തിനിരയായ യുവതിയെ ആക്രമിച്ച വ്യക്തിയെ മണിക്കൂറുകൾക്കുള്ളിൽ ആരോഗ്യ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇനി സർവീസിലേക്ക് കടക്കാത്ത നിലയിലുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് സർ. അതിൽ മൊഴി കൊടുത്ത ആളല്ല ഈ പറയുന്ന വ്യക്തി. ഞാൻ ഇത് പരസ്യമായി പല മാധ്യമങ്ങളും പല രീതിയിൽ എഴുതിയപ്പോൾ ഞാൻ നിശബ്ദത പാലിച്ചതാണ് സർ. കാരണം DME നൽകിയ ഒരു റിപ്പോർട്ടുണ്ട് സർ. എന്താണ് എന്നുള്ളത് കൂടി ഞാൻ വളരെ ചുരുക്കത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ അതിനുശേഷം ഈ വ്യക്തിയെ, ഈ യുവതിയെ പ്രത്യേകിച്ച് ഇര കൂടി ഇതിൽ ഉൾപ്പെട്ടത് കൊണ്ട് ഞാൻ അതിൽ പൂർണ്ണമായി നിശബ്ദത പാലിച്ചു സർ. അതിന് കാരണം ഈ വ്യക്തി സംരക്ഷിക്കപ്പെടുന്ന വാർഡിന്റെ ഹെഡ് നേഴ്സ് ആയിരുന്നു. ഈ സംഭവം ഉണ്ടാകുന്ന 2 ദിവസവും ഈ പർട്ടിക്കുലർ വ്യക്തി അവിടെ ഉണ്ടായിരുന്നില്ല, ഈ ഹെഡ് നേഴ്സ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ വ്യക്തി സംരക്ഷിക്കപ്പെട്ട ഇടത്തെ ചുമതലയായി 2 ദിവസത്തിന് ശേഷം വന്നു. അപ്പോഴാണ് 5 പേർ ഇവർക്ക് മുന്നിലൂടെ പോയി ആ യുവതിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളത്. 2 പ്രശ്നങ്ങളാണ് സർ. അത് അഡ്മിനിസ്ട്രേറ്റീവ് ആണ്. അത് ബഹുമാനപ്പെട്ട കോടതിയും പറഞ്ഞു. എന്താണ് മാധ്യമങ്ങൾക്ക് ഇതിൽ ഇത്ര താല്പര്യമെന്ന് ബഹുമാനപ്പെട്ട കോടതി ഓപ്പൺ കോർട്ടിൽ ചോദിച്ചു. അത് മാധ്യമങ്ങളിൽ വന്നില്ല സർ. സാർ, അതിൽ ആ യുവതി സംരക്ഷിക്കേണ്ട യുവതിയെ സംരക്ഷിച്ചില്ല എന്നുള്ളത്. കാരണം ആ സംഭവം ഉണ്ടാകുന്ന 2 ദിവസം അവർ ഉണ്ടായിരുന്നില്ല. എന്നാൽ 5 പേർ ഇവരുടെ മുന്നിലൂടെ പോയി സ്വാധീനിച്ചു എന്നുള്ളതാണ്. അതിലും പ്രധാനപ്പെട്ട കാര്യം സാർ, ആ സംഭവം 5 പേർ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ട് 2 ദിവസം അവർ റിപ്പോർട്ട് ചെയ്തില്ല. ആ റിപ്പോർട്ട് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഇത് ആവർത്തിക്കാതിരിക്കാൻ വളരെ അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഇവരുൾപ്പെടെ 4-5 പേർക്കെതിരെ നടപടിയെടുത്തത്. അത് തീർത്തും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് സർക്കാരിനെതിരെയുള്ള ഒരു പ്രചരണമായിട്ട് എടുത്തു. അത് വളരെ നിർഭാഗ്യകരമാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും വസ്തുതാവിരുദ്ധമാണ് എന്നുള്ളത് ഈ സഭയെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം സർ, കാപ്പ ചുമത്തപ്പെട്ട 12 കേസ് ഉള്ള കാപ്പ ചുമത്തപ്പെട്ട ഒരു വ്യക്തിയെ മാലയിട്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞു. അത് പത്തനംതിട്ട പാർട്ടി ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. എനിക്ക് ഒരു കാര്യമേ ഉള്ളൂ സർ, ഇപ്പോൾ കാപ്പ ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തി അല്ല, അത് പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിലുള്ള കേസുകളാണ് സർ. സ്ത്രീകൾക്കെതിരെയുള്ള കേസുകളിൽ പ്രതിയായ 2 പേർ ഈ സഭയിലില്ലേ സർ? പ്രതിപക്ഷത്ത് അവർക്കൊപ്പമല്ലേ സാർ ഇപ്പൊ ഇറങ്ങിപ്പോയിരിക്കുന്നത്? അതിലെന്താണ് സർ പറയാനുള്ളത്? ഈ കാര്യം സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തോട് പരാമർശിച്ചു. തൈക്കാട്ടുശ്ശേരിയിൽ നടന്നൊരു സംഭവമാണ്. അതിൽ CPIM പങ്കുണ്ടെന്നാണ് പറഞ്ഞത്. സാർ, അതിൽ പങ്കാളികളായ സൈജു അടക്കം ഒരാൾക്കും CPM-ആയിട്ട് യാതൊരു ബന്ധമില്ലെന്ന് സഭ അറിയിക്കാൻ ഞാൻ